ഈ ജനങ്ങൾ കഷ്ടപ്പെടുകയും പ്രയാസപ്പെടുകയും ചെയ്യുമ്പോൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി ഇറങ്ങണ്ട. അല്ല, ഒരു കുത്തിത്തിരിപ്പ് പുറത്തു വന്നല്ലോ. ഒരു പാവ സ്ത്രീയെ കൊണ്ട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി പറഞ്ഞതൊക്കെ പുറത്തു വന്ന് നാണം കെട്ട് നിൽക്കുക. ഇനിയും നാണം കെട്ടണ്ട. അതല്ല, അത് ഇവിടെ മന്ത്രി മണിക്കൂറുകൾക്ക് ഇവിടെ ഒരു മന്ത്രി എത്തി, മനസ്സിലായില്ലേ? ഈ സംഭവം ഉണ്ടായി. നമ്മൾ പോകുന്നതല്ലല്ലോ, നമ്മൾ ചെല്ലുന്നത് അവിടെയുള്ള സംവിധാനങ്ങൾ വിലയിരുത്താൻ വേണ്ടിയിട്ടാണ്. ആദ്യം സംവിധാനങ്ങൾ ഉണ്ടാക്കണ്ടേ? എല്ലാ വെളുപ്പിന് 5 മണിക്ക് അറിഞ്ഞത് മുതൽ എല്ലാ മന്ത്രിമാരെയും ജില്ലയിൽ ബന്ധപ്പെട്ടു. അവരെല്ലാവരും ആ സ്ഥലത്തെത്തി. എല്ലാ MLA-മാരെയും ബന്ധപ്പെടുത്തി, എല്ലാ കളക്ടർമാരെയും ബന്ധപ്പെട്ടു. ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി. അഡീഷണൽ ആയിട്ടുള്ള പണം അനുവദിക്കുന്നതിനുള്ള ഉൾപ്പെടെയുള്ള ഏർപ്പാടുകൾ ഏർപ്പെടുത്തി. അതാണ്. പിന്നെ ഞാൻ CPM ജില്ലാ കമ്മിറ്റി പറയുന്ന അനുസരിച്ചുള്ള ഡേറ്റിലല്ലല്ലോ ഞാൻ പോകുന്നത്. എന്താണ്? അതെല്ലാം ക്ലിയർ ചെയ്ത കേസാണ്. ഇന്നലെ ക്ലിയർ ചെയ്ത. നിങ്ങളിപ്പോൾ ഇവിടെ ഞാൻ വന്നിരിക്കുന്നത് ഈ വിഷയത്തിന്. അതെല്ലാം ഇന്നലെ പത്രസമ്മേളനത്തിൽ ക്ലിയർ ചെയ്ത. പ്ലീസ് പ്ലീസ് പ്ലീസ്. Relief camps are there. What was the meeting about? Update on the... Now we have reviewed the rehabilitation process and other measures in Pathanamthitta districts. There are more than 133 camps. The inhabitants are more than 6,000. The camps, all measures are taken by the government to provide the food, shelter, and toilets were arranged, and then now we are providing sufficient help when they are going back to their home also. We have made all arrangements. സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന് ആവശ്യമായ ബോട്ടുകളെല്ലാം ഉണ്ട്. എല്ലാ സ്ഥലത്തും ആവശ്യമായ 14 മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകൾ നേരത്തെ തന്നെ കൊല്ലത്തുനിന്ന് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. 14 എണ്ണം ആലപ്പുഴയിൽ നിന്നും കൊല്ലത്തു നിന്നുമായിട്ട് എല്ലാ സാധനങ്ങളും എത്തിക്കാനുള്ള സംവിധാനം. ഏത് ക്യാമ്പിലാണ് കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിറ്റുകൾ കൊണ്ട് അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ആ സംവിധാനങ്ങളുണ്ട്. ക്യാമ്പുകളിൽ എല്ലാ സാധനങ്ങളും. അത് രാവിലെ ബൂത്ത് പ്രസിഡന്റിന്റെ വീട്ടിൽ പോയല്ലേ? ഏത് ക്യാമ്പിൽ എവിടെയാണ് പരാതി എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ പരിഹരിക്കും. 133 ക്യാമ്പുകളും 6400 പേരും നിൽക്കുകയാണ്. അത് CPM-കാര് പറഞ്ഞാലും ആര് പറഞ്ഞാലും പരിഹരിക്കും. എല്ലാ നിങ്ങളെ ഞാൻ പറഞ്ഞുതരാം. കൈരളി TV ഒന്നും ഈ ജനങ്ങൾ കഷ്ടപ്പെടുകയും പ്രയാസപ്പെടുകയും ചെയ്യുമ്പോൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി ഇറങ്ങണ്ട. അല്ല, ഒരു കുത്തിത്തിരിപ്പ് പുറത്തു വന്നല്ലോ. ഒരു പാവ സ്ത്രീയെ കൊണ്ട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി പറഞ്ഞതൊക്കെ പുറത്തു വന്ന് നാണം കെട്ട് നിൽക്കുക. ഇനിയും നാണം കെട്ടണ്ട. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. മന്ത്രിയും MLA-മാരും ആ പരാതി പറഞ്ഞു. പല വീടുകളിൽ നിന്നും നമ്മൾ ഇവാക്യുവേഷൻ നടത്താൻ വേണ്ടിയിട്ട് നിർദ്ദേശം കൊടുക്കുമ്പോൾ അവർ പോരുന്നില്ല. അവർ ചില വീട്ടിലൊക്കെ 2ാമത്തെ നിലയിലൊക്കെ നിൽക്കുകയാണ്. അത് വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ പോയി അവരെ രക്ഷപ്പെടുത്താൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഉദ്യോഗസ്ഥന്മാരുടെയും ജനപ്രതിനിധികളുടെയും ആ അപേക്ഷ പരിഗണിച്ച് ഈ ഇവാക്യുവേഷൻ നടത്തുന്ന ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന സ്ഥലത്ത് അതുമായിട്ട് പൂർണ്ണമായി സഹകരിക്കണം എന്ന് ഞാൻ കൂടി വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങളൊക്കെ ക്യാമ്പ് നടത്തി പരിചയമുള്ളവരാണ്. ചിലർ വരില്ല, ചിലർ ഇല്ല ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരിക്കും. പക്ഷെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അവിടെ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുന്ന ഭയങ്കര റിസ്ക്കാണ്. പോകുന്ന ആളുകൾക്ക് കൂടി, രക്ഷാപ്രവർത്തകർ കൂടി റിസ്ക് ആവും. അതുകൊണ്ട് പൂർണ്ണമായി എല്ലാ പ്രവർത്തനങ്ങളുമായി സഹകരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു.